ഇന്ന് ഭാരതമാകട്ടെ ആഗോള തലത്തിൽ തന്നെ വൻ ശക്തിയായി ഉയരുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയതന്ത്രത്തിൽ അദ്ദേഹം മെരുക്കിയ രാജ്യങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടാത്ത രാജ്യങ്ങളില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇന്ത്യയുമായി ഒരു വ്യാപാര കരാർ ഒപ്പിടാൻ ഇന്ന് ലോകരാജ്യങ്ങൾ മത്സരിക്കുന്ന കാഴ്ചയും സംജാതമായിരിക്കുകയാണ്. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകട്ടെ 2 ദിവസത്തെ സന്ദർശനത്തിനായി തന്നെ ഇസ്രായേലിലാണുള്ളത്. ഇരു രാജ്യങ്ങളും തമ്മിൽ ശക്തമായ വ്യാപാര കരാറിനാണ് ഇപ്പോൾ കൈകൊടുത്തിരിക്കുന്നത്. ആയതിനാൽ തന്നെ മോദിയുടെ ഇസ്രായേൽ സന്ദർശനത്തെ ഇപ്പോൾ ശക്തമായ ഭാഷയിൽ എതിർത്തുകൊണ്ടാണ് CPM രംഗത്ത് വന്നിരിക്കുന്നത്. കേരളത്തിൽ അടക്കം ഇപ്പോൾ മോദിയുടെ സന്ദർശനത്തിൽ വലിയ നിലവിളിയാണ് നടക്കുന്നത്. അതിന്റെ ഏറ്റവും വലിയൊരു തെളിവാണ് CPM പോളിറ്റ് ബ്യൂറോ പുറത്തിറക്കിയ ഒരു കുറിപ്പ് സൂചിപ്പിക്കുന്നത്. പലസ്തീൻ ജനതയോടുള്ള കടുത്ത വഞ്ചനയാണ് മോദിയുടെ സന്ദർശനമെന്നും CPM പോളിറ്റ് ബ്യൂറോ കുറിപ്പിൽ പറയുന്നുണ്ട്. ഗാസയിൽ വംശഹത്യ തുടരുന്ന സാഹചര്യത്തിൽ ഇസ്രായേലുമായി സൈനിക സാമ്പത്തിക ബന്ധങ്ങൾ ആഴത്തിലാക്കാനുള്ള നീക്കങ്ങൾ അംഗീകരിക്കാനാവില്ല എന്നും പാർട്ടി പ്രസ്താവനയിലൂടെ പറയുന്നു. അതേപോലെ നെതന്യാഹു ഭരണകൂടത്തിന് നിയമസാധുത നൽകാനാണ് മോദിയുടെ സന്ദർശനം സഹായിക്കുക. അമേരിക്കയുടെ പിന്തുണയോടുകൂടി തന്നെ ആ ഒരു മേഖലയിൽ ആധിപത്യം ഉറപ്പാക്കാൻ ശ്രമിക്കുന്ന സയനിസ്റ്റ് ശക്തികളുമായി തന്നെ കൈകോർക്കുന്നതിലൂടെ തന്നെ ഇന്ത്യയുടെ പരമ്പരാഗത നിലപാടുകളെ സർക്കാർ കാറ്റിൽ പറത്തുകയാണ്. ഇറാനെ തിരികെ സൈനിക നീക്കത്തിന് അമേരിക്ക ഒരുങ്ങുന്ന ഈ ഒരു നിർണായക സമയത്ത് പോലും സന്ദർശനം നടത്തിയിരിക്കുന്നത് ഒട്ടും അവിടെ ഒരു അനുചിതമല്ലാത്ത കാര്യമാണ്. ഈ സന്ദർശനത്തിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പിന്മാറാമായിരുന്നുവെന്നും CPM ആവശ്യപ്പെട്ടിരുന്നു. അതേസമയം ഇപ്പോൾ ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ഉടൻ തന്നെ യാഥാർത്ഥ്യമാകുമെന്ന് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിരിക്കുന്നത്. 2 ദിവസത്തെ ഇസ്രായേൽ സന്ദർശനത്തിൽ അദ്ദേഹമാകട്ടെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനൊപ്പമുള്ള സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യങ്ങൾ ഇവിടെ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഇരു വിഭാഗങ്ങൾക്കും ഗുണം ചെയ്യുന്ന കരാർ അന്തിമഘട്ടത്തിലേക്ക് എത്താൻ ശ്രമിക്കുകയാണ് എന്നതും ഇവിടെ എടുത്തു പറയുകയും ചെയ്തു. മാത്രമല്ല ഇരു രാജ്യങ്ങളുടെയും UPI സംവിധാനങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കാനുള്ള കരാറിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ഒരു സന്ദർശന വേളയിൽ ഒപ്പുവെക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രതിരോധം, സുരക്ഷ, വ്യാപാരം, സാങ്കേതികവിദ്യ, കാർഷിക മേഖല തുടങ്ങിയ രംഗങ്ങളിലെ സഹകരണവുമായി ബന്ധപ്പെട്ട് നേതാക്കളാകട്ടെ വിപുലമായ ചർച്ചയാണ് നടത്തിയിരിക്കുന്നത്. ഇന്നൊവേഷൻ, കാർഷിക രംഗങ്ങളിലെ സഹകരണത്തിനായി തന്നെ വിവിധ കരാറുകളിലും ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ ഒപ്പുവെക്കുകയും ചെയ്തു. ഗാസ സമാധാന പദ്ധതിയെ ഇന്ത്യ പിന്തുണയ്ക്കുന്നുവെന്നും അതേപോലെ തന്നെ മാനവരാശി സംഘർഷങ്ങളുടെ ഇരയാകുന്നുവെന്നും അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തു. ഇസ്രായേൽ പ്രസിഡന്റ് ഹെർസോഗിനെ പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. വരും ദിവസങ്ങളിൽ ഡൽഹി മാത്രം സന്ദർശിക്കരുതെന്നും അതുമാത്രമല്ല ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് കൂടി യാത്ര ചെയ്യണമെന്ന് അദ്ദേഹം ഇവിടെ എടുത്ത് ഓർമ്മിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.